അവരുടെ മറ്റൊരു നേതാവും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള വി ശിവൻകുട്ടി ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ലജ്ജാശൂന്യനും ലജ്ജാഹീനനുമായി നമ്മുടെ മുമ്പിലിരുന്ന് പറയുന്നത് ഞാൻ അഭിപ്രായം മാറ്റി, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാണ്. ഹേ ലജ്ജയില്ലാത്ത മനുഷ്യരെ, ഹേ ലജ്ജയില്ലാത്ത അവസരവാദികളായിട്ടുള്ള CPIM-ന്റെ നേതൃത്വമേ, ജനങ്ങളെ ഒരു വശത്ത് ഒരു കാര്യം പറയുകയും മറുവശത്ത് പറ്റിക്കുകയും ചെയ്യുക, ജനങ്ങളോട് ഒരു വശത്ത് കുത്തക മുതലാളിമാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ച് പറയുക, അദാനിക്ക് കടൽ തീരെഴുതി കൊടുത്തിട്ട് അയാളുടെ കരാറിന് വേണ്ടിയിട്ട് വാദിക്കുക, ഇത് കേരളത്തിന്റെ വികസനമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഒരു വശത്ത് പരിസ്ഥിതി സംരക്ഷിക്കണമെന്നും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും കുത്തകവൽക്കരണം ഒഴിവാക്കണമെന്നും പറയുക, എന്നിട്ട് കരിമണൽ മുതലാളിയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി മകൾക്ക് എക്സൽ ഷീറ്റ് നന്നാക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരു തട്ടിപ്പ് കരാറുണ്ടാക്കി കോടിക്കണക്കിന് രൂപ സ്വന്തം മകൾക്ക് കൊടുക്കുക. എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പാർട്ടി നേതാവിന്റെ കുടുംബത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട കുറെ മനുഷ്യന്മാരെ റോട്ടിലിറക്കി വിദ്യാസുരന്മാരാക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഈ പിണറായി വിജയനും അയാളുടെ നേതൃസംഘവും അയാളുടെ ഒപ്പം നിൽക്കുന്ന ഈ അധികാരത്തിന്റെ വാഴ്ത്തുപാട്ട് സംഘവും ഒക്കെ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കയ്യബദ്ധം, ഭരണഘടനാനുസൃതമായി കിട്ടാനുള്ള 1500 കോടി രൂപയോളം കിട്ടാനുള്ളപ്പോൾ അത് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും അത് കിട്ടാൻ ഒരു വഴിയുമില്ല എന്ന് കണ്ട് ദുർബലരായി ചെന്നുകൊണ്ട് ഞങ്ങൾ ഒപ്പിട്ട് തരാൻ കുറച്ച് കാശ് ഇങ്ങോട്ട് തന്നാൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കാം, ഞങ്ങൾ ഈ കൊടിമടക്കി വെക്കാം, എന്നിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ ഞങ്ങളുടെ പിന്നിലുള്ള ശുദ്ധാത്മാക്കളായിട്ടുള്ള മനുഷ്യരെ പറ്റിച്ചുകൊണ്ട് നമ്മളിപ്പോ നയമൊക്കെ മാറ്റി ഈ 1500 കോടി രൂപ വാങ്ങിയിട്ട് നമുക്ക് അവരെ തോൽപ്പിക്കാം എന്ന് തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.